കഥയെ ആരംഭിക്കുന്നത് ഷൂയി സക്കാട്ടയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഷൂയി സക്കാട്ട ജപ്പാനിലെ ഷിൻജോ സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറെ സ്കിൽഡ് ആയിട്ടുള്ള ഏവരും ഭയക്കുന്ന ഒരു ഹിറ്റ്മാൻ ആയിരുന്നു. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപറ്റം ആളുകളെ നേരിടാനും വകവരുത്താനുമുള്ള സക്കാട്ടയുടെ കഴിവ് അത്രമേൽ പ്രശസ്തമായിരുന്നു. അന്ന് സക്കാട്ട ഒരു മിഷന് വേണ്ടി പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. തന്റെ ആയുധങ്ങൾ അവൻ തയ്യാറാക്കി വെച്ചു. അന്നത്തെ സക്കാട്ടയുടെ ദൗത്യം ഒരു യാക്കുസ ബോസിനെയും അയാളുടെ സംഘത്തെയും വകവരുത്തുക എന്നതായിരുന്നു. യാത്രയ്ക്കൊടുവിൽ സക്കാട്ട യാക്കുസ ബോസിന്റെ ഇടത്തേക്കെത്തി. പിന്നെ അവിടെ കനത്ത ഫൈറ്റ് ആരംഭിക്കുകയായിരുന്നു. തന്റെ മികച്ച ഫൈറ്റിംഗ് സ്കില്ല് കൊണ്ട് പുറത്തുണ്ടായിരുന്ന യാക്കുസ ബോസിന്റെ ആളുകളുമായി സക്കാട്ട ഫൈറ്റ് ചെയ്തു. തന്റെ മികവ് കൊണ്ടും കയ്യിലുള്ള ആയുധം കൊണ്ടും ഓരോരുത്തരെയായി സക്കാട്ട വകവരുത്തി താഴെ വീഴ്ത്തിക്കൊണ്ടിരുന്നു. വൈകാതെ വീടിനകത്തുണ്ടായിരുന്ന യാക്കുസ ബോസും കൂടെയുള്ള ആളുകളും കടന്നുകയറുന്ന വ്യക്തിയെപ്പറ്റി അറിഞ്ഞിരുന്നു. അതോടെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ യാക്കുസ ബോസ് അവിടെ നിന്ന് പുറത്തു കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാറിനകത്തേക്ക് ഓടിക്കയറിയപ്പോഴാണ് അയാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. കാറിനകത്തുള്ള തന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. ഭയന്ന യാക്കുസ ബോസ് ഉടനടി തിരികെ വീടിനകത്തേക്ക് ഓടി. ഇതേസമയം സക്കാട്ടയകത്തെ കയ്യാളുകളെയൊക്കെ വകവരുത്തിയ ശേഷം യാക്കുസ ബോസിന്റെ പ്രധാന കയ്യാളിനെ എതിരിടുകയായിരുന്നു. അയാൾ ശക്തനായ ഒരു എതിരാളി തന്നെയാണ്. കനത്ത ഫൈറ്റ് അവിടെ അരങ്ങേറി. പക്ഷേ തന്റെ മികവുകൊണ്ട് ഫൈറ്റിൽ മേൽക്കൈ നേടിയ സക്കാട്ട ഒടുവിൽ എതിരാളിയുടെ കൈ തന്നെ അറുത്തുമാറ്റി. പിന്നാലെ യാക്കുസ ബോസിനെ എതിരിടാൻ സക്കാട്ട അവിടെ നിന്ന് മുമ്പോട്ട് നടന്നു. സക്കാട്ട അകത്തേക്ക് കടന്നതും യാക്കുസ ബോസ് വെടിയുതിർത്തു. പക്ഷേ യാക്കുസ ബോസിന്റെ തന്നെ ഒരാളെ കവറായി വെച്ചുകൊണ്ടായിരുന്നു സക്കാട്ട കടന്നു വന്നത്. വെടിയേറ്റത് അവനാണ്. ഒട്ടും മടിച്ചില്ല. സക്കാട്ട പിന്നാലെ യാക്കുസ ബോസിനെയും വകവരുത്തി കളഞ്ഞു. ഈ സമയം പരിക്കേറ്റിരുന്ന യാക്കുസ ബോസിന്റെ കയ്യാളുകളിൽ ഒരാൾ എഴുന്നേറ്റ് വന്നിരുന്നു. അയാൾ കൊല്ലപ്പെട്ടിരുന്നില്ല. സക്കാട്ടയെ വകവരുത്താൻ സക്കാട്ടയ്ക്ക് നേരെ അയാൾ തോക്കു ചൂണ്ടി. പക്ഷെ പെട്ടെന്ന് ഒരു ബുള്ളറ്റ് അവന്റെ ജീവൻ എടുക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നു നിന്നത് സക്കാട്ടയുടെ കൂട്ടുകാരനും പാർട്ട്ണറുമായ അക്കീറ ഫുജിയയായിരുന്നു. അവിടെ നിന്നും പുറത്തു കടന്നപ്പോ ഫുജിയ സക്കാട്ടയോട് യാത്ര പറഞ്ഞു. പക്ഷേ ആ യാത്ര പറച്ചിൽ മുമ്പത്തെ പല മിഷനിലെ പോലെയും ആയിരുന്നില്ല. അന്നൊരു പ്രത്യേകതയുണ്ട്. സക്കാട്ട തന്റെ തെറ്റുകൾ നിറഞ്ഞ കൊലപാതകങ്ങൾ നിറഞ്ഞ ആ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇനി അങ്ങോട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് സക്കാട്ട പദ്ധതിയിട്ടിരുന്നത്. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ടായിരുന്നു. സക്കാട്ട അവിടെ നിന്ന് യാത്ര ചെയ്ത് ഒരു വീട്ടിലേക്ക് എത്തി. അത് സക്കാട്ടയുടെ തന്നെ വീടാണ്. മറ്റുള്ളവരെയൊന്നും അറിയിക്കാതെ സക്കാട്ട തന്റെ കുടുംബത്തെ ഒളിപ്പിച്ച് പാർപ്പിച്ചിരുന്നത് അവിടെയായിരുന്നു. സക്കാട്ടയ്ക്ക് പ്രിയപ്പെട്ട തന്റെ ഭാര്യയും ഒരു മകളുമുണ്ട്. റിയോ എന്നാണ് മകളുടെ പേര്. വീട്ടിലേക്ക് തിരികെ എത്തിയ സക്കാട്ടയെ മകളും ഭാര്യയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഏറ്റവും ഒടുവിൽ സക്കാട്ട ഏറെ ആഗ്രഹിച്ച ആ ജീവിതം വന്നു ചേരാൻ പോകുന്നു എന്ന സന്തോഷത്തിലായിരുന്നു അയാൾ. സക്കാട്ട പിന്നാലെ കുളിക്കുവാൻ പോയി. തന്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള ആശ്വാസത്തോടെ അയാൾ കുളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് പുറത്ത് വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ അയാൾ കേൾക്കുന്നത്. സക്കാട്ട വസ്ത്രം മാറി പുറത്തേക്ക് ചെന്നു. കണ്ട കാഴ്ച സക്കാട്ടയെ ചെറുതായെങ്കിലും ഒന്ന് ഭയപ്പെടുത്തുന്നതായിരുന്നു. സക്കാട്ടയുടെ മകളും ഭാര്യയും ബന്ദിയാക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സംഘം ആളുകൾ വീടിനകത്തേക്ക് കടന്നുകയറി അവരെ ബന്ദിയാക്കി നിർത്തിയിരിക്കുന്നു. വളരെ വിചിത്രമാണ് അവരുടെ വേഷം. എക്സിക്യൂട്ടീവ് വസ്ത്രം ധരിച്ച് പക്ഷേ മുഖത്ത് ഡീമൺസിന്റെ മാസ്ക് വെച്ചിരിക്കുന്ന വ്യക്തികൾ. അവിടെ വെച്ച് സക്കാട്ട ഒരു കാര്യം മനസ്സിലാക്കി. അവരായിരുന്നു യാക്കുസ ഗ്യാങ്ങിനെ ഇല്ലായ്മ ചെയ്യാൻ സക്കാട്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നവർ. അവരിപ്പോ തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് സക്കാട്ടയെയും ഫാമിലിയെയും വകവരുത്താൻ എത്തിയിരിക്കുകയാണ്. സക്കാട്ട ആദ്യമേ ഒരു ആക്ഷൻ ഇറങ്ങിയെങ്കിലും ഫാമിലി അപകടത്തിലാണെന്ന് കണ്ടതും അവൻ ഒതുങ്ങി നിന്നു. പിന്നാലെ സക്കാട്ട ആക്രമിക്കപ്പെടുകയാണ്. അത് കണ്ടതും റിയോ അത് തടയുവാനിടപെട്ടു. പിന്നാലെ ഭാര്യ ഓടിവന്ന് മകളെ പിടിച്ചുമാറ്റി. മകളെ ഒന്നും ചെയ്യരുത് എന്ന് വന്നിരുന്ന സംഘത്തിലെ ബോസിനോട് അപേക്ഷിച്ചു. പക്ഷേ അവൾ അങ്ങനെ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കടന്നുകയറ്റക്കാരിൽ ഒരാൾ സക്കാട്ടയുടെ ഭാര്യയുടെ തലയിലൂടെ ബുള്ളറ്റ് പായിച്ചു. കൺമുമ്പിൽ സക്കാട്ടയുടെ ഭാര്യ കൊല്ലപ്പെട്ടു വീണു. വല്ലാതായ സക്കാട്ട മകളോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പിന്നാലെ മകൾക്ക് നേരെയും വെടിയുതിർക്കപ്പെട്ടിരുന്നു. മകൾ താഴെ വീണു. സക്കാട്ട ആ കാഴ്ച കണ്ട് തകർന്നുപോയി. ഒടുവിൽ സക്കാട്ടയുടെ നേരെയും തോക്കു നീണ്ടു. തന്റെ അവസാന നിമിഷം സക്കാട്ട മുമ്പിൽ കണ്ടിരുന്നു. ആ നിമിഷത്തിൽ അവർക്കെതിരെ താൻ വരുമെന്നും പ്രതികാരം വീട്ടുമെന്നും സക്കാട്ട പ്രതിജ്ഞയായി പറഞ്ഞു. പക്ഷേ സക്കാട്ടയുടെ തലയിലൂടെ ഒരു ബുള്ളറ്റ് പാഞ്ഞിറങ്ങി. വെടിയേറ്റ് താഴെ വീഴുമ്പോഴും സക്കാട്ട മരണപ്പെട്ട് കിടക്കുന്ന
തന്റെ ഭാര്യയെയും മകളുടെ ഭാഗത്തേക്കും നോക്കിയിരുന്നു. പിന്നീട് 12 കൊല്ലത്തിനു ശേഷം അത്ഭുതകരമായി സക്കാട്ട അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം നാൾ ജീവച്ഛവമായി കോമയിൽ കിടന്ന ശേഷം സക്കാട്ട ഇപ്പോൾ വീൽചെയറിൽ സഞ്ചരിക്കാവുന്ന പാകമെത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും സക്കാട്ട പാരലൈസ്ഡ് ആണ്. നടക്കാനോ ചലിക്കാനോ ഒന്നും പറ്റില്ല. സക്കാട്ടയുടെ സുഹൃത്തും സ്നേഹിതനുമായിരുന്ന അക്കീറ ഫുജിറ്റിയായിരുന്നു സക്കാട്ടയെ ടേക്ക് കെയർ ചെയ്തത്. കോമയിൽ നിന്നുണർന്ന് സക്കാട്ട ഹോസ്പിറ്റലിൽ നിന്ന് മോചിതനായ ആ സമയം ഫുജിറ്റ സക്കാട്ടയെ കൊണ്ടുപോവാനെത്തി. ഇതേ സമയം ഷിൻജോ സിറ്റി തന്നെ അവിടുത്തെ പുതിയ മേയർ റിയുസഹാറയുടെ ശ്രമഫലമായി മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ മേയറുടെ നല്ല മുഖത്തിന് പിന്നിൽ അയാൾക്കൊരു കഴിഞ്ഞ കാലവും ഒരു ദുഷ്ടമുഖവുമുണ്ട്. സക്കാട്ടയുടെ ഫാമിലിയടക്കം ഇല്ലായ്മ ചെയ്ത് ആ സംഘത്തിന്റെ നേതാവ് ഇതേ മേയർ ആയിരുന്നു. അന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഷിൻജോ സിറ്റിയെ താൻ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യവും വരാനിരിക്കുന്ന ഡെവലപ്മെന്റുകളെ പറ്റിയുമൊക്കെ മേയർ വിശദമായി പറയുന്നുണ്ട്. ഏറ്റവും ആസന്നമായി മഹാറോബ റിസോർട്ട് പ്രൊജക്ട് അടക്കം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി മേയർ ഇരിക്കുകയാണ്. പക്ഷേ മേയറുടെ ഈ ചിരിച്ച മുഖത്തിന് പിന്നിൽ മറ്റു കറുത്ത ഇടപാടുകളും നടക്കുന്നുണ്ടായിരുന്നു. മേയർക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, മേയറുടെ കറുത്ത മുഖം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ രാത്രിക്ക് രാത്രി മാസ്ക് വെച്ച ആളുകൾ വന്ന് വകവരുത്തും. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്തവനായി മേയർ തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. മറുവശത്ത് ഫുജീറ സക്കാട്ടയെ നഗരത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ പഴയൊരു അപ്പാർട്ട്മെന്റിൽ അവനെ താമസിപ്പിച്ചു. നോക്കാനായി ഒരാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയൊരു ദിവസം കെയർടേക്കർ സക്കാട്ടയെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുകയായിരുന്നു. സ്റ്റെയറിലേക്ക് കയറുന്ന സമയം എവിടെ നിന്നോ ഒരാൾ വേഗത്തിൽ ഓടിവന്ന് സക്കാട്ടയെ കത്തികൊണ്ട് ആക്രമിച്ചു. അതാ പഴയ യാക്കുസ മെമ്പർ ആയിരുന്നു. സക്കാട്ട കൈ വെട്ടിമാറ്റിയ അതേ മെമ്പർ. സക്കാട്ടയെ കണ്ടപ്പോൾ വെറിയും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ അയാൾ ആക്രമിക്കുകയായിരുന്നു. വൈകാതെ സക്കാട്ട ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. സക്കാട്ട അതിജീവിച്ചിരുന്നു. സക്കാട്ട ജീവനോടെയുണ്ട് എന്ന വാർത്ത വളരെ വേഗം പടർന്നു പിടിക്കാൻ ആരംഭിച്ചു. മാസ്ക് വെച്ച് ആക്രമിക്കുന്ന പഴയ ഗ്യാങ് സക്കാട്ട ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും അവരുടെ ആക്ഷൻ തുടങ്ങി. അന്നുണ്ടായിരുന്ന മാസ്ക്ഡ് മെമ്പേഴ്സിൽ ഒരാൾ ഇന്ന് പോലീസുകാരനാണ്. ഷിസുക എന്നായിരുന്നു അയാളുടെ പേര്. ഷിസുക സക്കാട്ടയെ നിരീക്ഷിക്കാൻ എന്ന മട്ടിൽ ആശുപത്രിയിലെത്തി. വിഷം നിറഞ്ഞൊരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് സക്കാട്ടയെ വകവരുത്താനായിരുന്നു അയാളുടെ പദ്ധതി. അതിനുള്ള ശ്രമങ്ങളും അയാൾ നടത്തി. പക്ഷേ ആ ഒരു സമയത്താണ് സക്കാട്ടയിൽ ഒരു മാറ്റം വരുന്നത്. കത്തിക്കുത്തേറ്റതുകൊണ്ടോ അതോ മെഡിക്കൽ മിറാക്കിൾ കൊണ്ടോ സക്കാട്ടയ്ക്ക് ബോധം തെളിഞ്ഞു വന്നു. വർഷങ്ങളായി ഓർമ്മകൾ ഇല്ലാതിരുന്ന അവന് പഴയ ഓർമ്മകൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. സക്കാട്ടയെ താൻ വകവരുത്തി എന്നത് മാസ്ക് വെച്ച് റെക്കോർഡ് ചെയ്തെടുക്കാൻ ഷിസുക ശ്രമിക്കുന്നതിനിടയിൽ വീഡിയോയിൽ പിന്നിൽ സക്കാട്ട എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതും ഷിസുക ഞെട്ടിപ്പോയിരുന്നു. ഷിസുക തിരിഞ്ഞു നോക്കി. എഴുന്നേറ്റ് നിൽക്കാൻ കഷ്ടപ്പെട്ട് കൂനിക്കൂടി സക്കാട്ട നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരുപാട് നേരം നിൽക്കാൻ പറ്റാതെ സക്കാട്ട താഴെ കുഴഞ്ഞു വീണു. പക്ഷേ വീണ്ടും സക്കാട്ട പിടിച്ചെഴുന്നേറ്റ് വരാൻ തുടങ്ങി. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ലെങ്കിലും സക്കാട്ട തന്നെ കൊല്ലാൻ വന്ന മാസ്ക് വെച്ച ആ മനുഷ്യനുമായി ഏറ്റുമുട്ടി. ഒച്ചയും ബഹളവും കേട്ട് പുറത്ത് കാവലുണ്ടായിരുന്ന 2 ഗാർഡുകൾ അകത്തേക്ക് കയറി വന്നിരുന്നു. ഷിസുക പിന്നാലെ തന്റെ മാസ്ക് ഊരിമാറ്റി കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിൽ ഗാർഡുകളോട് പറഞ്ഞു. ഗാർഡുകളും അത് വിശ്വസിച്ചു. ഒട്ടും മടിച്ചില്ല. ഷിസുക ഗാർഡുകളുടെ കൂട്ടത്തിലെ ഒരാളെ വകവരുത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന അടുത്ത ഗാർഡ് ഷിസുകയുടെ തന്നെ ആളായിരുന്നു. പിന്നാലെ ഡോക്ടർ സക്കാട്ടയെ ചെക്ക് ചെയ്യാൻ കടന്നു വന്നു. ഡോക്ടറും അവരാൽ കൊല്ലപ്പെടുകയാണ്. പക്ഷേ അപ്പോഴേക്കും സക്കാട്ട ഉണർന്നു കഴിഞ്ഞിരുന്നു, കൂടുതൽ കരുത്തോടെ. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രണ്ടുപേരെയും കീഴ്പ്പെടുത്താൻ സക്കാട്ടയ്ക്ക് കഴിഞ്ഞു. ആകെ തളർന്നെങ്കിലും സക്കാട്ട പതിയെ തൊങ്ങി ആശുപത്രിക്ക് വെളിയിലേക്ക് നടന്നിറങ്ങുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിന് പുറത്തുണ്ടായിരുന്ന ഫുജിയ അത്രനാളും തളർന്നു കിടന്നിരുന്ന സക്കാട്ട അങ്ങനെ വയ്യായികയിലാണെങ്കിൽ കൂടി നടന്നു വരുന്നത് കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് സക്കാട്ട നടന്നു വരുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് പഴയ കാര്യങ്ങൾ ഓടി വന്നുകൊണ്ടിരുന്നു. മകളുടെയും ഭാര്യയുടെയും ഓർമ്മകൾ. അത് സക്കാട്ടയിലേക്ക് കൂടുതൽ കരുത്തു പകർന്നു
നടന്നുകൊണ്ടിരുന്നു. അതോടെ സക്കാട്ട ഒട്ടും മടിച്ചില്ല. അടുത്തുള്ള വണ്ടിയിലേക്ക് കയറി പ്രതികാരം മാളിക്കത്തിക്കൊണ്ട് പുറപ്പെടുകയാണ്. തങ്ങൾക്കെതിരെ തെറ്റ് ചെയ്തവരെ, തന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തവരെ വകവരുത്താൻ സക്കാട്ട തീരുമാനിച്ചിരുന്നു. അവരിലേക്ക് എത്തിച്ചേരാൻ എന്താണ് എളുപ്പവഴി എന്ന് സക്കാട്ട ആലോചിച്ചു. ചില പദ്ധതികളും സക്കാട്ട മെനഞ്ഞെടുത്തു. അതിൽ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് മരിച്ചു എന്ന രീതിയിൽ കിടന്നുകൊണ്ട് ഡീമൻ ഗ്യാങ്ങിന്റെ ഇടയിലേക്ക് എത്തിച്ചേരാം എന്ന തരത്തിലായിരുന്നു. ഫുജീറ സക്കാട്ടയെ അതിന് സഹായിച്ചു. സക്കാട്ട അങ്ങനെ മരിച്ചവനായി ഡീമൻ ഗ്യാങ്ങിന്റെ ഫാക്ടറിയിലേക്ക് എത്തപ്പെട്ടു. അവിടെ എത്തിയതും മരിച്ചതായി അഭിനയിച്ചു കിടന്നിരുന്ന സക്കാട്ട പുറത്തു ചാടി. പിന്നെ അവിടെ നടന്നത് വലിയൊരു ഫൈറ്റ് തന്നെയായിരുന്നു. ഒടുവിൽ ആ ബിൽഡിങ്ങിലുള്ളവരെയൊക്കെ വകവരുത്തി അവിടെ നിന്ന് പുറത്തു ചാടാൻ സക്കാട്ട നിൽക്കുമ്പോ അവനൊരു കാഴ്ച കണ്ടു. പുറത്ത് ഒക്കത്തിന്റെയും നേതാവായ ഒരു മാസ്ക് മാൻ ഉണ്ടായിരുന്നു. അയാൾ ആ ബിൽഡിംഗ് അടക്കം സക്കാട്ടയടക്കം ഉൾപ്പെടുത്തി സ്ഫോടനത്തിനിരയാക്കി. സക്കാട്ട കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആ മാസ്ക്മാൻ കരുതിയത്. തന്റെ ബോസിനെ വിളിച്ച് സക്കാട്ട ഇല്ലാതായി എന്ന വിവരമറിയിക്കാൻ അയാൾ ശ്രമിച്ചു. പക്ഷെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് തീ കത്തുന്ന ആ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് സാരമായ പരിക്കുകൾ ഒന്നുമില്ലാതെ സക്കാട്ട പുറത്തേക്ക് വന്നിരുന്നു. മാസ്ക് വെച്ച ആ മനുഷ്യൻ സക്കാട്ടയെ വെടിവെച്ച് വീഴ്ത്താനായി ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു കാർ പാഞ്ഞു വന്ന് അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അത് അക്കീറ ഫുജീറയായിരുന്നു. മുമ്പുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിരുന്ന ഫുജീറ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. ഫുജീറയും അക്കീറയും തമ്മിൽ പരസ്പരം നേരെ നേരെ നോക്കി നിന്നു. വല്ലാത്തൊരു നിശബ്ദത അവിടെ രൂപപ്പെട്ടു നിന്നിരുന്നു. ഒടുവിൽ ഫുജീറ ആ സത്യം സക്കാട്ടയോട് തുറന്നു പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സക്കാട്ടയുടെ ഫാമിലി കൊല്ലപ്പെട്ടല്ലോ. അന്ന് ഡീമൺ ഗ്യാങ്ങിന് സക്കാട്ടയുടെ ഫാമിലിയെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയത് താനാണെന്ന്, തന്നോട് ക്ഷമിക്കണമെന്നും അന്ന് മറ്റു വഴിയില്ലാതെ ചെയ്തു പോയതാണ് എന്നും ഫുജീറ അപേക്ഷിച്ചെങ്കിലും സക്കാട്ട ക്ഷമിക്കാനുള്ള മനസ്സിലായിരുന്നില്ല. ഫുജീറയെ സക്കാട്ട വെറിയോടെ ആ നിമിഷം വകവരുത്തി. വണ്ടിയിടിച്ചു വീണ മാസ്ക് മാനെ സക്കാട്ട അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു അണ്ടർഗ്രൗണ്ട് റൂമിൽ വെച്ച് അവനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അവനിൽ നിന്നും അന്ന് മാസ്ക് വെച്ച് വന്നിരുന്ന മെമ്പേഴ്സിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അതാരൊക്കെയാണ് എന്നറിയുകയായിരുന്നു സക്കാട്ടയുടെ ലക്ഷ്യം. ഒടുവിൽ സക്കാട്ടയുടെ മർദ്ദനം സഹിക്കാൻ പറ്റാതായപ്പോൾ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നവരെ പറ്റിയും തലവനായ ഇപ്പോൾ മേയറായിട്ടുള്ള സുനഹാറയെ പറ്റിയും ആ മാസ്ക് മാൻ പറയുകയാണ്. പെട്ടെന്ന് അയാളുടെ ഫോൺ ബെല്ലടിച്ചു. മറുവശത്ത് നിന്ന് വിളിച്ചുകൊണ്ടിരുന്നത് മേയർ സുനഹാറ തന്നെയായിരുന്നു. തന്റെ ആളിനെ കൊല്ലരുത് എന്ന് സക്കാട്ടയോട് പറഞ്ഞ മേയർ സക്കാറയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവരവും പറഞ്ഞു. സക്കാട്ടയുടെ മകൾ റിയോ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നായിരുന്നു അത് സക്കാട്ടയുടെ ലക്ഷ്യത്തെ മുഴുവൻ മാറ്റിമറിക്കുകയായിരുന്നു. അത്രയും നേരം പ്രതികാരം മാത്രമായിരുന്നു സക്കാട്ടയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പോൾ മകൾ ജീവനോടെയുണ്ടെന്നറിഞ്ഞപ്പോൾ അവളെ രക്ഷപ്പെടുത്തണം എന്ന് സക്കാട്ടയ്ക്ക് തോന്നി. മകളെ ഒരു നോക്ക് കാണണമെന്നും എങ്ങനെ മകളിലേക്കെത്തും സക്കാട്ട ആലോചിച്ചു. ഒടുവിൽ സക്കാട്ട സഹായത്തിനായി തന്റെ പഴയൊരു പരിചയക്കാരൻ യോഷിയോമിയെ ചെന്നു കണ്ടു. യോഷിയോമിയിൽ നിന്ന് കാര്യങ്ങൾ സക്കാട്ട മനസ്സിലാക്കുകയാണ്. നിലവിൽ മേയർക്കെതിരെ നിൽക്കാൻ ആരും തന്നെയില്ല. ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും എതിർ ശബ്ദങ്ങളെയും ഒക്കെ മേയർ ഇല്ലായ്മ ചെയ്ത് ഏകപക്ഷീയമായ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ലോ ആൻഡ് ഓർഡറും എല്ലാം അവരുടെ കൈവശമാണ്. എല്ലാം മനസ്സിലാക്കിയ സക്കാട്ട തന്റെ മകൾ റിയോ ഉണ്ടാവുക ഷിൻജോ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും എന്ന ഊഹത്തിലേക്ക് എത്തി. പിന്നാലെ ഒരുപാട് ഗാർഡുകളൊക്കെയുള്ള ആ കോംപ്ലക്സിലേക്ക് സക്കാട്ട കടന്നു ചെല്ലുകയാണ്. സക്കാട്ടയ്ക്കെതിരെ ആക്രമണം നടത്താൻ ഒരുപാട് ഗാർഡുകൾ കടന്നു വന്നു. മേയറുടെ ആളുകളും അവിടെ കനത്ത ഫൈറ്റ് തന്നെ അരങ്ങേറി. ഓരോരുത്തരെയായി സക്കാട്ട വകവരുത്തി. സക്കാട്ട മുകളിലേക്ക് കയറി ചെന്ന് ഒടുവിൽ ഒരു അപ്പാർട്ട്മെന്റിലെത്തി. അതായിരുന്നു റിയോ താമസിച്ചിരുന്ന ഇടം. റിയോ അവിടെ ഒരു സാധാരണ ഹൈസ്കൂളറായി ജീവിക്കുകയായിരുന്നു. ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരുന്ന അവൾ നിലവിൽ മേയറുടെ ഒരു കയ്യാളിന്റെ മകളായിട്ടായിരുന്നു വിശ്വസിച്ച് പോന്നിരുന്നത്. സക്കാട്ടയും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭിത്തിയിൽ നിരത്തി ഒട്ടിച്ചിരുന്ന ഫോട്ടോസിൽ നിന്നും തന്റെ മകൾ അവിടുണ്ട് എന്ന് സക്കാട്ട മനസ്സിലാക്കി. അവളുടെ അച്ഛനായി റിയോയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡീമൺ ഗ്യാങ് മെമ്പർ അത്ര നല്ലവനായിരുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് റിയോ വലുതായി കഴിയുമ്പോൾ അവളെ കച്ചവടം ചെയ്യാനും ലൈംഗികമായി ഉപയോഗിക്കാനുമായിരുന്നു അയാളുടെ പദ്ധതി. സക്കാട്ട അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതിന് പിന്നാലെ റിയോയുടെ അപ്പോഴത്തെ ഗാർഡിയനായ ഡീമൺ മെമ്പറും കടന്നു വന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ശക്തമായ ഒരു ഫൈറ്റ് ആരംഭിക്കുകയാണ്.
അതേസമയം റിയോയും അതേ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഡീമൻ മെമ്പറെ സക്കാട്ട വകവരുത്തും എന്ന ഘട്ടമെത്തിയപ്പോൾ തന്റെ അമ്പും വില്ലും എടുത്ത് റിയോ മുമ്പിലേക്ക് വന്നു. പക്ഷെ ആ 12 കൊല്ലങ്ങൾക്കിപ്പുറം സക്കാട്ട തന്റെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കാൻ റിയോക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ കൺഫ്യൂസ്ഡായി ഭയന്നിരുന്ന റിയോ സക്കാട്ടയുടെ നെഞ്ചിലേക്ക് ഒരു അമ്പെയ്തു. സക്കാട്ട വേദനയോടെ ഞെട്ടലോടെ മകളെ നോക്കി നിന്നിരുന്നു. ഈ അവസരം മുതലെടുത്ത ഡീമൻ മെമ്പർ സക്കാട്ടയെ ജനൽ തകർത്ത് പുറത്തേക്ക് വീഴ്ത്തി. താഴെ യോഷിയോമി ഉണ്ടായിരുന്നു. യോഷിയോമി സക്കാട്ടയെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോന്നു. സക്കാട്ടയുടെ മുറിവ് ട്രീറ്റ് ചെയ്ത് സക്കാട്ടയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പണ്ടൊരിക്കൽ യോഷിയോമിയെ സക്കാട്ട രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യുപകാരം എന്ന പോലായിരുന്നു യോഷിയോമി അതൊക്കെ സക്കാട്ടയ്ക്ക് ചെയ്തു കൊടുക്കുന്നത്. പിന്നാലെയാണ് സക്കാട്ടയ്ക്ക് മേയറുടെ ഫോൺ കോൾ വരുന്നത്. താൻ പറയുന്നിടത്തേക്ക് എത്തണമെന്നും നിന്നെയും മകളെയും ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതോടെ അവസാനിപ്പിക്കാം എന്നും മേയർ പറഞ്ഞു വെച്ചു. സക്കാട്ട അവിടെ നിന്നും തന്റെ പഴയ ഇടത്തേക്ക് പോയി. അവിടെ നിന്നും തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ ആയുധമെടുത്തു. ശേഷം മേയർ പറഞ്ഞ ഇടത്തേക്ക് പുറപ്പെട്ടു ചെല്ലുകയാണ്. റിയോ ബന്ദിയാക്കി ആ ഇടത്തേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു. വൈകാതെ സക്കാട്ടയും അങ്ങോട്ടേക്ക് എത്തി. താഴെ നിന്നും മേയറുടെ ഓരോ ഗാർഡുകളെയും വകവരുത്തി സക്കാട്ട മുന്നേറിക്കൊണ്ടിരുന്നു. ഒടുവിൽ സക്കാട്ടയ്ക്ക് റിയോയെ വളർത്തിയിരുന്ന ഡീമൺ ഗ്യാങ്ങിലെ മെമ്പറുമായി എതിരിടേണ്ടി വന്നു. ശക്തമായ ഫൈറ്റിൽ അവനെയും വകവരുത്തി സക്കാട്ട ബിൽഡിംഗിന്റെ മുകൾ നിലയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ബന്ദിയായ നിലയിൽ റിയോ ഉണ്ടായിരുന്നു. സുനഹാരയും മറ്റും അവിടെ നിന്നിരുന്നു. സക്കാട്ടയും റിയോയും ഒരിടത്ത് പരസ്പരം മുഖം നോക്കി നിൽക്കുന്ന തരത്തിൽ ബന്ദിയായി നിന്നു. സക്കാട്ടയുടെ മുമ്പിൽ വെച്ച് റിയോയെ വകവരുത്താനായിരുന്നു സുനഹാര പദ്ധതിയിട്ടിരുന്നത്. മേയർ സുനഹാരയുടെ ആ മോശം പ്രവൃത്തി നടക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് തോക്കുമായി യോഷിയോമി പാഞ്ഞു കയറി വന്നു. ആ ഒരു അവസരത്തിൽ തന്റെ മുമ്പിലുള്ള സക്കാട്ടയാണ് തന്റെ യഥാർത്ഥ അച്ഛനെന്ന് റിയോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പഴയ ഓർമ്മകളും അവളുടെ ഉള്ളിലേക്ക് വന്നു. യോഷിയോമിക്കൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടാൻ സക്കാട്ട റിയോയോട് പറഞ്ഞു. റിയോ അവിടെ നിന്നും യോഷിയോമിക്കൊപ്പം ഓടി ലിഫ്റ്റിലേക്ക് കയറി. പിന്നെ അവിടെ നടന്നത് സക്കാട്ടയും എതിരാളികളും തമ്മിലുള്ള ശക്തമായൊരു പോരാട്ടമായിരുന്നു. ഡീമൻ ഗ്യാങ് മെമ്പേഴ്സിലെ മാസ്ക് വെച്ച ഓരോരുത്തരെയും കനത്ത ഫൈറ്റിലൂടെ സക്കാട്ട വകവരുത്തി. ഒടുവിൽ ബാക്കിയായത് മേയർ സുനഹാര മാത്രമാണ്. മേയറുമായും സക്കാട്ട വൈകാതെ ഫൈറ്റിലേക്ക് കടന്നു. ഏറെ ശക്തമായ ഒരു ഫൈറ്റായിരുന്നു. പക്ഷേ എന്നിരുന്നാലും സക്കാട്ട അവിടെ നിർത്തിയില്ല. തുടർന്നും ഫൈറ്റ് നടത്തിയ സക്കാട്ട ഒടുവിൽ മേയറുടെ തലയിലേക്ക് ഒരു വെട്ടുകത്തി വെട്ടിയിറക്കി അവനെ വകവരുത്തുകയാണ്. എല്ലാ പ്രതികാരവും അവിടെ പൂർണ്ണമാവുകയായിരുന്നു. അങ്ങോട്ടേക്ക് വന്നിരുന്ന റിയോ ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാൻ റിയോ മടിച്ചു നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് നേരത്തെ താഴെ വെച്ച സക്കാട്ട അടിച്ചിട്ട് മുകളിലേക്ക് കയറി വന്ന റിയോയെ വളർത്തിയിരുന്ന പഴയ ഡീമൻ മെമ്പർ കയറി വന്നു. സക്കാട്ടയെ ഷൂട്ട് ചെയ്തു. പിന്നാലെ താനാണ് അവളുടെ യഥാർത്ഥ അച്ഛനെന്നും റിയോയോട് തന്റെ അടുത്തേക്ക് വരാനും ആവശ്യപ്പെട്ടു. പക്ഷേ അതിനോടകം റിയോക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അയാളുടെ അടുത്തേക്ക് പോകാൻ റിയോ വിസമ്മതിച്ചു നിന്നു. വെടിയേറ്റിരുന്ന സക്കാട്ട മരിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ചെന്ന് ആ ഡീമനെ കൂടി വകവരുത്തി തന്റെ മകളെ രക്ഷപ്പെടുത്തി. പിന്നാലെ വീഴാൻ പോയ സക്കാട്ടയെ റിയോ കെട്ടിപ്പിടിച്ചിരുന്നു. റിയോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സക്കാട്ട ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നാലെ മെഡിക്കൽ സംഘമെത്തി അവിടുണ്ടായിരുന്ന മൃതദേഹങ്ങളും ഒക്കെയും ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ സമയം കൊണ്ടുപോകുന്ന ബോഡികളിൽ ഒരാൾക്ക് ജീവനുണ്ട് എന്ന് വ്യക്തമാകുന്നു. അത് മേയർ സുനഹാറയായിരുന്നു. തലയ്ക്ക് വെട്ടേറ്റിട്ടും അയാൾ കൊല്ലപ്പെട്ടിരുന്നില്ല. ഒരു കൊല്ലത്തിനു ശേഷം മേയർ ജീവനോടെ ഉണ്ടായിരുന്നു. തന്റെ ഡ്രീം പ്രൊജക്ട് താൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റിയൊക്കെ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു. മഹാറോബയിൽ മുമ്പ് നടന്ന സംഭവങ്ങൾ ചീത്തപ്പേരുണ്ടാക്കിയെന്നും അതുകൊണ്ട് കുറച്ച് പബ്ലിസിറ്റി ചെയ്യേണ്ടി വരും എന്നുമൊക്കെ അയാൾ വിശദീകരിച്ചു. ക്യാമറ പാൻ ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. മേയറുടെ മുഖത്ത് ഒരു വശത്ത് പൊള്ളലേറ്റ പോലുള്ള പാടുകളുണ്ട്. ആ സമയം ഒരു കാര്യം വ്യക്തമാകുന്നു. അത് യഥാർത്ഥ മേയർ അല്ല, മേയർ സുനഹാറയല്ല, മറ്റാരോ ആണ്. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. മേയർ സുനഹാരയ്ക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു. മാസ്ക് ഡീമൻ ഗ്യാങ്ങിലെ ചുവന്ന മുഖംമൂടി ധരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മേയർ സുനഹാറയുടെ സഹോദരനായിരുന്നു. അയാളാണ് ജീവിച്ചിരിക്കുന്നതും. മേയർ സുനഹാറ കൊല്ലപ്പെട്ടിരിക്കുന്നു. സുനഹാറയും ട്വിൻ ബ്രദറും തമ്മിൽ അത്രമേൽ വലിയൊരു ബോണ്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരിരുവരും ഒരു ക്ലാനിലെ മെമ്പേഴ്സുമായിരുന്നു.
ചെയ്യുകയായിരുന്നു. വൈകാതെ ചടങ്ങുകളുടെ ഭാഗമായി തന്റെ ക്ലാനിലേക്കെത്തി സുനഹാറയുടെ സഹോദരൻ ജീൻ ഒരു പ്രാചീന കലാരൂപം ആരാധന നടപ്പിലാക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് റിയോ വന്നെത്തുന്നത്. കയ്യിൽ അമ്പും വില്ലുമായി എത്തിയ റിയോ ഒട്ടും മടിച്ചില്ല. ജീനിന്റെ കഴുത്തിലേക്ക് അമ്പെയ്തു. ജീനിന്റെ ജീവനെടുത്തു. പൂർണ്ണമായും തന്റെ അച്ഛനെയും അമ്മയെയും കൊന്ന പ്രവൃത്തിക്ക് പ്രതികാരം തീർത്തുകൊണ്ട് റിയോ അവിടെ നിന്ന് തിരികെ നടന്നു. ഡീമൻ ഗ്യാങ്ങിനെതിരെയുള്ള റിവെഞ്ച് മിഷൻ അവൾ പൂർത്തീകരിക്കുകയായിരുന്നു. കഥ അവസാനിക്കുമ്പോൾ തന്റെ അച്ഛന്റെ കാറുമെടുത്ത് റിയോ എങ്ങോട്ടേക്കോ യാത്രയിലായിരുന്നു. അച്ഛന്റെ പാതയിലാണ് റിയോയും പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.